അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിൽ അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന നടത്തിവരുന്ന സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസൺ 23ാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നു. അൽ മുസ്ദിരിൽ ബിദിഹും റൻ ബഅദമാ വറദത് മിനൽ ഇദാ കുല്ല മുസ്വദ്ദിൻ മിനൽ ലമമി വൽ കാതിബീന ബിസും ലിൽ ഖത്തി മാ തറകത് അഖ്ലാമുഹും ഹർഫ ജിസ് മിൻ ഗൈറ മുൻഅജിമി സാക്കി സിലാഹി ലഹും സിമാ തുമയ്യിസുഹും വൽവർദു യംതാസു ബി സിമാ മിനസ് സലമി തുഹ്ദി ഇലൈക റിയാഹുൻ നസ്രി നശ്റഹും ഫതഹ്സബു الزهر ഫിൽ ആകാമി കുല്ല കമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു നമ്മെ കൊണ്ടുപോകുന്നത് പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധങ്ങളിലൂടെയാണ്. ആ യുദ്ധങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടലുകൾ, അവിടുത്തെ സഹാബത്തിൻ്റെ യുദ്ധവൈഭവം, ഇതിനെക്കുറിച്ച് മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് എങ്ങനെ യുദ്ധത്തിൽ ശത്രുക്കളോട് എങ്ങനെ അടരാടുന്നു, അതിനെക്കുറിച്ചൊക്കെ ഉള്ള വരികളിലൂടെയാകുന്നു നമ്മൾ കടന്നു പോകുന്നത്. മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്തിൻ്റെ പ്രതിരോധത്തെക്കുറിച്ച് പറയാൻ, ശത്രുക്കളുടെ കറുകറുത്ത മുടിയുള്ള തലകളിൽ പ്രയോഗിച്ചു വെളുത്ത വാളുകളെ ചുവപ്പിച്ച് അവർ രണാങ്കണങ്ങളിൽ നിന്നു മടങ്ങി. കുന്തങ്ങളെ പേനകളോടാണ് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു ഇവിടെ ഉപമിച്ചത്. ശത്രു ശരീരങ്ങളെ അക്ഷരങ്ങളോടും ഉപമിച്ചിരിക്കുകയാണ് കവി 2ാമത്തെ വരിയിൽ. വൽ കാതിബീന ബിസുമരിൽ ഖത്തി മാ തറകത് അഖ്ലാമുഹും ഹർഫ ജിസ് മിൻ ഗൈറ മുൻഅജിമി. വരയുള്ള കുന്തങ്ങൾ പേനകളാക്കി അവർ എഴുതി. ശത്രുശരീരങ്ങളാകുന്ന അക്ഷരങ്ങളിൽ ഒരിടത്തും അവർ പുള്ളികളിടാതിരുന്നിട്ടില്ല. വളരെ മനോഹരമായിട്ടാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഉപമ നടത്തുന്നത്. വരയുള്ള കുന്തങ്ങൾ പേനകളാക്കി അവർ എഴുതി. ശത്രുശരീരങ്ങളാകുന്ന അക്ഷരങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടുമുണ്ടാകും. പുള്ളിയുള്ള അക്ഷരങ്ങളുണ്ടാകും, പുള്ളിയില്ലാത്ത അക്ഷരങ്ങളുണ്ടാകും. എന്നാൽ പുള്ളി ഇടേണ്ട സ്ഥലത്തെ പുള്ളി ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവർ ചെയ്തു. മഹാന്മാരായിരിക്കുന്ന സഹാബത്തിൻ്റെ യുദ്ധപാഠവം വിവരിക്കുകയാണ് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. കറുകറുപ്പന്മാരായിരിക്കുന്ന മുടിക്കെട്ടുകാരായ യുവാക്കളാകുന്ന ശത്രുവിൻ്റെ മൂർധാവിൽ തന്നെ ആഞ്ഞു പതിപ്പിച്ച ശേഷം വെളുത്ത വാളുകളെ ചെഞ്ചായം പൂശി ഉറയിലേക്ക് തിരിച്ചയച്ചു എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു സഹാബിമാരെക്കുറിച്ച് വർണ്ണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
സംബന്ധിച്ചിടത്തോളം യുദ്ധം ശത്രുതയോടായിരുന്നു, മനുഷ്യരോടായിരുന്നില്ല. മനുഷ്യത്വത്തെ ജീവിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനോട് എങ്ങനെ യുദ്ധം ചെയ്യും? യുദ്ധം ചെയ്യുകയില്ലല്ലോ, അതുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നയിച്ച ഒരു യുദ്ധത്തിലും വൃദ്ധന്മാർ കൊല്ലപ്പെട്ടിട്ടില്ല, കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടില്ല, സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടില്ല, പ്രയാസത്തിൽ കഴിയുന്ന ദുർബലരായിരിക്കുന്ന ആളുകളെ കൊല്ലപ്പെട്ടിട്ടില്ല. ശത്രുതയില്ലാത്ത പാവങ്ങൾ, അവരെ എന്തിന് വാളിനിരയാക്കണം? ഒരു നിലക്കും ഇതൊന്നും തങ്ങളിൽ നിന്നോ തങ്ങളുടെ സഹാബത്തിൽ നിന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടില്ല എന്നാണ്. എന്നാൽ ശത്രുത ആര് വെച്ചുവോ, ഇസ്ലാമിനോട് ശത്രുത ആര് വെച്ചുവോ, അവരിൽ നിന്നുള്ള യുവാക്കളെ തെരഞ്ഞു പിടിച്ച് കണക്കിന് കൊടുത്തിട്ടുമുണ്ട്. ഇത് സംബന്ധിച്ചാണ് ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ശത്രുക്കളുടെ കറുകറുത്ത മുടിയുള്ള തലകളിൽ പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്ന് വെളുത്തു പോയിട്ടുണ്ടെങ്കിൽ അവർ വൃദ്ധന്മാരായിരിക്കും. വൃദ്ധന്മാരെ നമുക്കാവശ്യമില്ല. ഇസ്ലാമിനോട് ശത്രുത വെച്ച യുവാക്കളിൽ നിന്നാകുന്നു അവർ തെരഞ്ഞു പിടിച്ച് അക്രമം നടത്തിയത് എന്നർത്ഥം. ശത്രുത ആർക്ക് സ്വന്തമാണോ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അവിടത്തേക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്തു എന്നതാണ് മഹാനായ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുപോകുന്നത്. അതെങ്ങനെയെന്ന് പറയാൻ, ഉറയിൽ വെളുത്ത വായ്ത്തലയുമായി ഉറങ്ങുകയായിരുന്നു സഹാബത്തിൻ്റെ വാളുകൾ. പക്ഷേ മുടിക്കറുപ്പിൻ്റെ ഗർവ് കണ്ടതും, അഥവാ ശത്രുക്കൾ, അവരിൽ നിന്നുള്ള യുവാക്കൾ വലിയ അഹങ്കാരത്തോടെ അഹംഭാവത്തോടെ വന്ന യുദ്ധമുഖത്തേക്ക് വന്ന ആരെയും സഹാബത്ത് വെറുതെ വിടുകയും ചെയ്തിട്ടില്ല എന്നാണ് ഈ വരിയിലൂടെ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. വൽകാതിബീന ബിസുമറിൽ ഖത്തി മാ തറകത് അഖ്ലാമുഹും ഹർഫ ജിസ് മിൻ ഗൈറ മുൻഅജിമീം. വരയുള്ള കുന്തങ്ങൾ പേനകളാക്കി അവർ എഴുതി. യമാമയിൽ നിന്ന് ഇന്ത്യൻ കുന്തങ്ങൾ ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഖത്ത് എന്ന അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ കുന്തങ്ങൾ പേനയാക്കി ശത്രുവിൻ്റെ ശരീരത്തിൽ ലേഖനമെഴുതിയ സ്വഹാബത്തിനെ വർണ്ണിക്കാൻ എന്നെ വിട്ടുതരൂ എന്നാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ലേഖനമെഴുതുമ്പോൾ അക്ഷരങ്ങളുണ്ടാവും, അത് സ്വാഭാവികമാണ്. അക്ഷരങ്ങളാണെങ്കിൽ രണ്ട് വിധമുണ്ട്: പുള്ളിയുള്ളതും പുള്ളിയില്ലാത്തതുമായിരിക്കുന്ന അക്ഷരങ്ങൾ. പുള്ളിയില്ലാത്ത സ്ഥലത്ത് പുള്ളി വെറുതെ ഇടാൻ പാടില്ല, പുള്ളി വേണ്ട സ്ഥലത്ത് ഇടാതിരിക്കാനും പാടില്ല. ആ സ്ഥലം അഥവാ ശത്രുതയിൽ നിന്ന് ദീനുൽ ഇസ്ലാമിനെതിരെ തൊടുത്തുവിട്ട യുവാക്കളുടെ എവിടെയാണോ കുന്തങ്ങളെ കൊണ്ട് അവരെ പ്രഹരിക്കേണ്ടത് അല്ലെങ്കിൽ പെരുമാറേണ്ടത്, അത് അവിടെ തന്നെ പെരുമാറി മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് കിറാം അവരെ കൊള്ളേണ്ടിടത്ത് കൊള്ളുകയും ചെയ്തു എന്നതാണ്. ആ വിഷയത്തിൽ പുള്ളി നൽകേണ്ട മർമ്മസ്ഥാനത്ത് ആ കൃത്യസ്ഥലത്ത് കുത്തുകൊടുക്കാൻ വിദഗ്ധരായിരുന്നു സഹാബത്ത് എന്നർത്ഥം. ഒരു നിലക്കും ഒരു സ്ഥാനവും തെറ്റിച്ച് കുത്തുകൊടുത്ത് അവർ സമയം പാഴാക്കിയിട്ടില്ല. കാരണം ഇവിടെ സമയമില്ല, എന്നാൽ ആരിലെങ്കിലും അടുക്കലേക്ക് പ്രയോഗിക്കാനും പാടില്ല. ദീനുൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളിലേക്ക് മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ, അതും അവർ യുവാക്കളാവണം എന്നതാണ്. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം വളരെ പരിഗണിച്ചാണ് മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് യുദ്ധം ചെയ്തത് എന്നർത്ഥം. വല്ലാത്ത കഴിവുള്ളവരായിരുന്നു അവർ. ഷാക്കിസ്സിലാഹിലഹും സീമാതുമയ്യിസുഹും വൽവർദു യംതാസു ബി സീമാമിനസ്സലമീം. മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത കിറാമിനെ കുറിച്ച് പറയാൻ, അവർ സായുധരാണ്. ആയുധങ്ങൾ അണച്ചാണവർ. ആയുധങ്ങൾ നല്ല പോലെ അണച്ചുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് അവർ നീങ്ങിയത്. ഷാക്കിസ്സിലാഹി,
എന്നാൽ അവരുടെ ഇടയിൽ അവരേതായിരിക്കുന്ന തിരിച്ചറിയൽ, അവർക്ക് അടയാളങ്ങളുണ്ട്. പനിനീർച്ചെടി ഇലന്ത വൃക്ഷത്തിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചറിയും? ആ രൂപത്തിൽ മഹാന്മാരായിരിക്കുന്ന സഹാബത്തിനിടയിൽ ഒരാളെയും അവർ പരസ്പരം തിരിച്ചറിയാതിരുന്നിട്ടില്ല. ശത്രുക്കളെ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നതോടൊപ്പം അവർ പരസ്പരം യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ശത്രുക്കളും ശത്രുക്കളല്ലാത്തവരും അടരാടുമ്പോൾ പൊരുതുമ്പോൾ ഏതെങ്കിലും ഒരു സമയം ഒരു സ്വഹാബത്താകുന്ന യോദ്ധാവ് തൻ്റെ സഹോദരനാകുന്ന ഒരു സഹാബത്തിന് നേരെ ഒരു കുന്തപ്രയോഗം, ഒരു വാൾപ്രയോഗം നടത്തേണ്ടി വന്നില്ല. എന്തുകൊണ്ട്? അവർ പ്രത്യേകം അവരുടെ മുഖത്ത് പ്രത്യേകം ഒരു അടയാളമുണ്ടായിരുന്നു. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. ഇന്നത്തെ കാലത്തുള്ള യുദ്ധം പോലെയല്ലല്ലോ അന്നത്തെ യുദ്ധം. പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞ യുദ്ധം. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ശത്രുക്കളും മുഅ്മിനുകളും ആ സമയത്ത് ഏതെങ്കിലും ഒരു വാള് അല്ലെങ്കിൽ കുന്തം വഴിമാറി സഞ്ചരിച്ചില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? പടച്ച തമ്പുരാൻ പറഞ്ഞതുപോലെ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അവരുടെ നെറ്റിയിൽ നിസ്കാരത്തഴമുണ്ടായിരുന്നു. അത് ശത്രുക്കൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സഹാബിയും മറ്റൊരു സഹാബിയെ അബദ്ധത്തിൽ വകവരുത്തിയില്ല എന്നർത്ഥം. ഇത് പടച്ച തമ്പുരാൻ നൽകിയ അടയാളമാണ്. അവർ നിസ്കാരം കൊണ്ട്, അവർ നിസ്കാരം സ്വീകരിക്കുന്നവരായതുകൊണ്ട് എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹചരൻ മഹാന്മാരായ സ്വഹാബത്തിൻ്റെയും ഈ അടയാളങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെയാകുന്നു പറഞ്ഞത്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. എന്നാലോ അവരുടെ ഇടയിൽ അവർ പരസ്പരം കരുണയുള്ളവരാകുന്നു. അവർക്ക് തിരിച്ചറിയാൻ വകുപ്പുകളുണ്ട്. എന്നാൽ കുഫാറുകളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ, ദീനുൽ ഇസ്ലാമിനോട് ശത്രുത വെച്ച ഒരാളെ അവർ വകവരുത്താതിരുന്നിട്ടുമില്ല. എന്തുകൊണ്ട്? അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഇ ബൈനഹും തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ട്. അവരുടെ ഇടയിൽ അവർ പരസ്പരം കാരുണ്യമുള്ളവരും, എന്നാൽ ശത്രുക്കളിലേക്ക് നോക്കുമ്പോൾ അവർ കഠിന ഹൃദയരും. അവരോട് യാതൊരു സമരസവും അവരുടെ ഇടയിലില്ല. അവരുടേതായിരിക്കുന്ന ഇടയിൽ കാരുണ്യത്തോടുകൂടെ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പെരുമാറുമ്പോഴും ദീനുൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് അവർ കഠിന ഹൃദയർ തന്നെയാകുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഷാക്കിസിലാഹിലഹും സീമാതുമയീസുഹും വൽവറുദു യംതാസു ബി സിമാമിനസ്സലമീ. എങ്ങനെയെന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്. അതായത് സലമ വൃക്ഷത്തിൽ നിന്ന്, സലമ വൃക്ഷം എന്ന് പറഞ്ഞാൽ ഇലന്ത വൃക്ഷം, അതിൽ നിന്ന് പനനീർ പുഷ്പം എങ്ങനെ അറിയുന്നു അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം, അവരുടെ മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് കിറാം, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നു. എന്നാൽ മറ്റുള്ളവരെ ഒരിക്കലും തന്നെ അവർ വെറുതെ വിടുകയും ചെയ്യുകയില്ല എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. തുഹ്ദി ഇലൈക റിയാഹുന്നസ്രി നശ്റഹുമു ഫതഹ്സബു الزഹ്റ ഫിൽ അക്മാമി കുല്ലകമീ. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാൻ, യുദ്ധവിജയക്കാറ്റുകൾ, അവരുടെ മഹാന്മാരായിരിക്കുന്ന സഹാബത്തിൻ്റെ യുദ്ധവിജയക്കാറ്റുകൾ അവരുടെ വാർത്താ ബുള്ളറ്റിൻ നിനക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. വാർത്ത എത്തിച്ചു കൊടുക്കുമ്പോൾ നിനക്ക് തോന്നും സ്വഹാബാക്കളിലെ ഓരോ ആയുധ വിഭൂഷിതനും മുട്ടിൽ കിടന്ന് വിടനാരൊരുങ്ങുന്ന പൂവാണെന്ന് നിനക്ക് തോന്നിപ്പോകും. ആ രൂപത്തിലായിരുന്നു മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് എന്ന്. അള്ളാഹു കാറ്റ് വഴി പലരെയും രക്ഷിച്ചിട്ടുണ്ട്, പലരെയും ശിക്ഷിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, തുഹ്ദി ഇലൈക,
തുഹ്ദി ഇലൈക റിയാഹുൻ നസ്രി നശ്റഹുമു ഫതഹസബു الزهر في الأكمام كل كمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മഹാന്മാരായിരിക്കുന്ന സഹാബത്തിൻ്റെ വിശേഷണ പ്രകീർത്തനങ്ങൾ സഹായം മാരുതൻ നിന്നിലേക്ക് അയക്കും. അപ്പോൾ ഓരോ ധീരയോദ്ധാവും കവർ ചെയ്യപ്പെട്ട പുഷ്പം പോലെയാണെന്ന് നിനക്ക് മനസ്സിലാകും. മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്തിനെ വർണ്ണിച്ച് പറയുകയാകുന്നു. ധീരന്മാരായിരിക്കുന്ന വീരശൂര പരാക്രമികളായിരുന്ന സ്വഹാബത്ത് കിറാം, അവരുടെ ചരിത്രങ്ങൾ കാറ്റുകൾ നമ്മിലേക്ക് വീശിക്കൊണ്ടിരിക്കും. പരിശോധിക്കുമ്പോൾ ഓരോ സഹാബിയും കവറിൽ സൂക്ഷിക്കപ്പെട്ട പുഷ്പമാണെന്ന് തോന്നും. അഥവാ ഓരോരുത്തരെയും വേറിട്ട് മനസ്സിലാക്കാനും അവരുടെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാനും നമുക്ക് കഴിയും. പരിശുദ്ധരായ സ്വഹാബത്തിൻ്റെ മാഹാത്മ്യം ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു അതിമനോഹരമായിട്ട് പറഞ്ഞു തരികയാണ് ഈ വരിയിലൂടെ. തുഹ്ദി ഇലൈക റിയാഹുൻ നസ്രി നശ്റഹുമു ഫതഹസബു الزهر في الأكمام كل كميم. കാറ്റ് വഴി അല്ലാഹു തആല പലരെയും സഹായിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നുസിർതു ബിസ്സബാ, സബാ വായു കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു എന്ന് സഹീഹുൽ ബുഖാരിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല യുദ്ധങ്ങളിലും കാറ്റുകൊണ്ട് ശത്രുവിനെ വിരട്ടിയോടിയിട്ടുണ്ട് എന്നുള്ള ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. ആ കാറ്റുകളെക്കുറിച്ച് റിയാഹുൻ നസ്ർ, സഹായക്കാറ്റുകളെന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. നേരത്തെ പരിശുദ്ധ ബുർദയിൽ തന്നെ നമ്മൾ പറയുകയുണ്ടായി, വസൽ ഹുനൈനം വസൽ ബദ്റം വസൽ ഉഹുദ എന്ന് പറഞ്ഞിടത്ത് ഭൂമിക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട് എന്ന് പറഞ്ഞ പോലെ കാറ്റുകൾക്കുമുണ്ട് ഒരു കൂട്ടം കഥകൾ പറയാൻ. കാറ്റുകൾ അവയുടെ വാർത്തകൾ, അവയുടെ കഥകൾ വിതരണം ചെയ്യുമ്പോൾ, പറയുമ്പോൾ അത് വായിക്കുന്നവർക്ക് രോമാഞ്ചമുണ്ടാവും. സ്വഹാബിമാരെക്കുറിച്ച് മതിപ്പ് കൂടും. അതെപ്രകാരം എന്ന് വെച്ചാൽ, വിടരാൻ വെമ്പുന്ന മൊട്ടിലെ പുതുപുത്തൻ സുഗന്ധം ആസ്വദിക്കാൻ അതിനെ മണപ്പിക്കുന്ന പോലെ ഓരോ സഹാബിയെയും പിടിച്ച് ഊഷ്മളമുത്തം കൊടുക്കും നീ. കാലത്തിൻ്റെ ഗതി തിരിച്ചുവെട്ട നിൻ്റെ പിതാക്കന്മാരെ നിനക്കെങ്ങനെ മുത്തം ചാർത്താതിരിക്കാനാകും? മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് കിറാമിനെ വർണ്ണിക്കുകയാണ് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ വരികളിലൂടെ. പ്രിയപ്പെട്ടവരെ, 23-ാമത് എപ്പിസോഡ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വരികളിലൂടെ നമുക്ക് തുടരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.